ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഫാഷിംഗ് അഥവാ കാർണിവൽ. ഇന്നേ ദിവസം എല്ലാവരും പല പല കോസ്റ്റ്യൂമുകളിട്ട് തെരുവുകളിൽ നടക്കുന്നുണ്ടാവും. വളരെ ഭംഗിയാണിത് കാണാൻ. ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത് തണുത്തും അടുത്തിരിക്കുന്ന ശൈത്യകാലത്തെ ഓടിക്കാനും വസന്തകാലത്തെ എതിരേൽക്കാനും കൂടിയിട്ടാണ്. നോയമ്പ് കാലത്തിന് മുൻപായിട്ട് എല്ലാ ദുഷ്ടാത്മാക്കളെയും ഓടിയകറ്റാനും ഇന്നൊരു ഐതിഹ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. കാർണിവൽ എന്ന വാക്ക് കാർണേവാല എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വന്നത്. ഫെയർവെൽ ടു മീറ്റ്, ഫീസ്റ്റിംഗ് ബിഫോർ ഫാസ്റ്റിംഗ് എന്നാണ് അതുകൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യണത്. അതായത് എല്ലാ ഫീസ്റ്റിങ്ങുകളും അവസാനിച്ചു, ഇനി നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിലേക്ക് കയറുക എന്നാണ്. ഈ ഫാസ്റ്റിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യണത് നവംബർ 11 11 അതിന്റെ സമയം. അതായത് നവംബർ 11 AM അന്ന് തുടങ്ങെങ്കിലും ഇതിന്റെ പീക്ക് ഡേയ്സ് വരുന്നത് ഫെബ്രുവരിയിലാണ്. 3 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇത് നമ്മൾ മെയിനായിട്ട് ആഘോഷിക്കുന്നത്. വുമൻസ് കാർണിവൽ ഡേ, അതായത് ആഷ് വെൻസ്ഡേക്ക് മുൻപുള്ള തേഴ്സ്ഡേ ആണ് അത് ആഘോഷിക്കുക. പിന്നെ വലിയ പരേഡ് വന്നത് റോസൻ മോണ്ടാഗിലാണ്. ലാസ്റ്റത്തെ പരേഡ് വന്നത് ഫസ്റ്റ് നാഷ് ട്യൂസ്ഡേ, അതായത് ഫൈനൽ ഡേ, ആഷ് വെൻസ്ഡേക്ക് തലേ ദിവസം. ഇന്നേ ദിവസം പല പല ഫുഡുകൾ ഉണ്ടാവും. മെയിനായിട്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജാം ഫില്ല് ചെയ്തിട്ടുള്ള ഡോണട്ട് ആണ്. പിന്നെ ക്രാഫൻ, ബെർലിനർ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫുഡുകൾ. വളരെ മനോഹരമാണ് കാണാൻ. ഇതിന്റെ മെയിൻ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പരേഡിന് പോകുന്ന എല്ലാവരും നമുക്ക് ചോക്ലേറ്റും പല ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എറിഞ്ഞു തരും. പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത്. കാരണം ഒരു സഞ്ചി നിറയെ ചോക്ലേറ്റ്